മാതാപിതാക്കളായിക്കോട്ടെ, സ്കൂളിലെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, വണ്ടിയിലെ ഡ്രൈവർ ആയിക്കോട്ടെ. ഹായ് ഫ്രണ്ട്സ്, ഒരു അവയർനെസ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് സ്കൂളൊക്കെ തുറന്ന് ചെറു കുട്ടികളൊക്കെ പുതിയതായിട്ട് സ്കൂളിൽ പോകുന്ന സമയമാണ്. സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ കുട്ടികളെ വണ്ടിയിൽ പറഞ്ഞു വിടുന്നതും അവരെ നമ്മൾ കെയറിങ്ങോട് കൂടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുന്നതും. ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ചെറു കുട്ടികൾ എന്ത് ചെയ്യും, വാനിൽ നിന്ന് സ്കൂൾ വിട്ട് വരുന്ന സമയമായിക്കോട്ടെ, സ്കൂൾ വിടുന്ന സമയത്ത് നമ്മൾ എന്തായാലും കെയറിങ്ങോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്ത് വാനിൽ കയറ്റി വിടും. അതല്ലാതെ ചില കുട്ടികൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം വാനിൽ നിന്നും ഇറങ്ങി വാനിൻ്റെ ബാക്കിൽ പോയി നിന്നിട്ട്, കാരണം ഫ്രണ്ടിലുള്ള പാസിങ് റോഡിൽ വരുന്ന പാസിങ് ഇതൊന്നും കാണുന്നില്ല. കുട്ടികൾ എന്ത് ചെയ്യും, പെട്ടെന്ന് വണ്ടിയിൽ നിന്നിറങ്ങി വാനിൻ്റെ ബാക്കിൽ നിന്നും വണ്ടി ക്രോസ് ചെയ്യും, ഓപ്പോസിറ്റ് റോഡിലേക്ക് ക്രോസ് ചെയ്യും. ഈ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങൾ സംഭവിച്ച വീഡിയോ നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റോഡിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരായിക്കോട്ടെ, നമ്മളെന്ത് ചെയ്യണം, ബൈക്കുകളായിക്കോട്ടെ, ഓട്ടോറിക്ഷ ആയിക്കോട്ടെ, മറ്റ് കാറുകളായിക്കോട്ടെ, മറ്റ് വലിയ വാഹനങ്ങളായിക്കോട്ടെ, സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന സ്കൂൾ വണ്ടികൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു മുൻകരുതലിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക് നമ്മുടെ സ്പീഡ് നന്നായിട്ട് കുറച്ച് ആ ഭാഗം എത്തുമ്പോൾ നമുക്കൊരു കൺട്രോൾ, നമുക്ക് ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടുന്നുള്ള കൺട്രോളിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വണ്ടി അവിടെ നിന്നും വാൻ കഴിയുന്നവരെ നമ്മൾ ഏറ്റവും കെയറിങ്ങോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. കാരണം അവിടെ ഏറ്റവും വലിയൊരു അപകടം ഒഴിവാകാൻ വേണ്ടി, കാരണം ചെറുമക്കളാണ്, ചെറിയ കുട്ടികളാണ് സ്കൂളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അവരുടെ ശ്രദ്ധയിൽ പെട്ടെന്നൊന്നും വരില്ല, നമ്മുടെ അത്ര ബുദ്ധി അവർക്ക് എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല, മാതാപിതാക്കളായിക്കോട്ടെ, സ്കൂളിലെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, വണ്ടിയിലെ ഡ്രൈവർ ആയിക്കോട്ടെ, അതായത് സ്കൂൾ വണ്ടിയിലെ ഡ്രൈവർ ആയിക്കോട്ടെ, വണ്ടിയിൽ ഒരാളും കൂടി ഉണ്ടാവുമല്ലോ കുട്ടികളെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവരൊക്കെ എന്ത് ചെയ്യണം, കുട്ടികൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റ് അവരെ ഒന്നിൽ ക്രോസ് ചെയ്യാനുണ്ടെങ്കിൽ അവരെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് ആക്കിയതിന് ശേഷം മാത്രമേ വണ്ടി എടുത്ത് പോകാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെയുള്ള ചില അശ്രദ്ധകൾ കാരണം ഒരുപാട് അപകടങ്ങളും ഒരുപാട് സ്കൂളിൽ പോകുന്ന ചെറു കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. അപ്പോൾ നമ്മളെ റോഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരാണെങ്കിൽ പോലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ മുന്നിൽ കണ്ട് നമ്മൾ ഇത്തരം വാഹനങ്ങൾ സൈഡിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കണം, ഒരു കുട്ടി ചിലപ്പോൾ പെട്ടെന്ന് അവിടെ നിങ്ങൾ ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മുൻകരുതണം, നമ്മുടെ മനസ്സിൽ ആ ഒരു പിക്ചർ വരണം. അപ്പോൾ നമ്മൾ അത്തരം സ്കൂൾ വണ്ടികൾ കാണുമ്പോൾ നമ്മൾ ആ ഭാഗം എത്തുമ്പോൾ നന്നായി ബ്രേക്ക് ചവിട്ടി മെല്ലെ നമ്മുടെ കൺട്രോളിൽ, ബ്രേക്ക് ചവിട്ടിയാൽ നിൽക്കുന്നുള്ള കൺട്രോളിൽ വേണം ആ ഭാഗത്ത് നിന്ന് അപ്പുറത്തേക്ക് എത്തുന്നവരെ നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഒരുപാട് പേര് ശ്രദ്ധിക്കുന്ന കാര്യമാണ്, ശ്രദ്ധിക്കാത്ത ആളുകളുണ്ടാകും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ നിങ്ങളിലേക്ക് വീണ്ടും വരാം.